കുട്ടികളെ നമുക്ക് മാംഗോ സാഗോ ഉണ്ടാക്കിയാലോ? ഒന്നുമില്ലടാ. സാഗോ എന്ന് പറയുന്ന ചൗരിയില്ലേ, ചൗരി, സബുദാന എന്നൊക്കെ പറയും. ആ ചൗരി നമ്മൾ ആദ്യം തന്നെ ഒന്ന് വേവിക്കണം. ഒരു 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിക്ക് പിടിക്കും അല്ലെങ്കിൽ. എന്നിട്ട് നമുക്ക് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ വേണം. അതങ്ങ് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് മാങ്ങ നമുക്കിങ്ങനെ തിന്നാൻ വേണം. കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിടണം. ബാക്കിയുള്ള മാങ്ങ നമുക്ക് പാലൊഴിച്ചിട്ട്, ഇച്ചിരി പാലൊഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം, നല്ല കുറുക്ക് പോലെ. ഈ കട്ടിംഗ് ബോർഡും കത്തിയും എല്ലാം ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും ലിങ്ക് ഉണ്ട്. ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ദേ ഈ ബൗള് അടിപൊളിയാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ നല്ലതാണ്. കണ്ടോ, കുറച്ച് അരിഞ്ഞെടുത്തു, കുറച്ച് ഞാൻ നല്ല കട്ടിക്കങ്ങ് അടിച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ ആ ചൗരിയിലെ വേവിച്ചിട്ട് ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം അരിച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് അതങ്ങ് ചേർക്കുക. ചൗരി എന്ന് പറയുന്നത് സബുദാന സാഗോ, അതാണ് ഈ മാംഗോ സാഗോ എന്ന് പറഞ്ഞ പേര് വന്നത്. എന്നിട്ട് ഇതങ്ങോട്ട് ഇളക്കുക. എന്നിട്ട് വേണ്ടത് ആവശ്യത്തിലധികം മിൽക്ക് മെയ്ഡ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം തണുപ്പിച്ചിട്ട് അടിക്കണമെങ്കിൽ അപ്പം തന്നെ കഴിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ തണുപ്പിക്കാത്തതായതുകൊണ്ട് ഇത് തണുപ്പിക്കാൻ വെക്കും. എന്നിട്ട് ആവശ്യത്തിന് പാല്, ഇപ്പോൾ മിക്സിയിൽ അടിച്ചല്ലേ, അപ്പോൾ മിക്സിയിൽ നിന്ന് ഞാൻ ആ പാല് തന്നെ ഒഴിച്ചിട്ട് അതങ്ങ് കഴുകി ആ പാലങ്ങ് ഒഴിച്ചിട്ടോ, കഴുകിയത്. ഓക്കെ. എന്നിട്ട് ഇത് നിങ്ങളുടെ അളവിന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പാകമാണ് അടിപൊളി കേട്ടോ. ഈ തുടക്കണ കിച്ചൺ ടൗലൊക്കെ നിങ്ങൾ മേടിച്ചോട്ട്, അടിപൊളി സാധനമാണ്. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ ടിന്ന് 4 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതിൽ ഞാനിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും എടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെ പൊടിച്ച് കറുമുറാന്ന് കിട്ടുന്ന ഈ സാധനം വളരെ നിസ്സാര എമൗണ്ട് ഉള്ളൂ. 100 ചില്ലാനോ എങ്ങാണ്ട് ഉള്ളൂ, 200 രൂപ അടുത്തേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ഉപകാരപ്പെടും. ഇങ്ങനെയുള്ള നമ്മൾ ജ്യൂസോ ഷേക്കൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ മേളിൽ ഇങ്ങനെ തന്നമ്പിങ്ങനെ ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിടാനായിട്ട് നല്ലതാണ്. ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഈ ടിന്നും അതുപോലെ തന്നെയാണ്. ഞാനിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞുള്ളൂ. അതുകൊണ്ടില്ലേ, ഞാൻ എങ്ങനെ ഇത് രാത്രി വരെ കൺട്രോൾ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത്, എൻ്റെ വെള്ളം പോകുന്നുണ്ടോ, വായിന്ന് വെള്ളം ഇറങ്ങിയത് കണ്ട. എല്ലാ ഡിഷസ് ഉണ്ടാക്കുമ്പോഴേ എൻ്റെ വായിലാണ് ആദ്യം വെള്ളം വന്ന്. എന്നിട്ട് ഈ സംഭവം വെച്ചിട്ട് ഞാനൊന്ന് റോൾ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ കവർ ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ പിള്ളേരെ ലഞ്ച് ബോക്സോ കെട്ടിയോമാരെ ലഞ്ച് ബോക്സോ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു വിട്ടാൽ ഒന്ന് ലീക്കായിട്ട് ബാങ്കിലോട്ടൊന്നും പോകില്ല. എന്നിട്ട് നിങ്ങൾ ലഞ്ച് ബോക്സിൻ്റെ ടവലിട്ടൊക്കെ പൊതിഞ്ഞോ. ഞാൻ അങ്ങനെ സങ്കടത്തോടെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രാത്രി ആകുമ്പോഴേക്കും നല്ല തണുത്ത് കിട്ടും. എല്ലാ തണുത്ത സാധനങ്ങളാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, അപ്പം തന്നെ എടുത്ത് കഴിക്കാം.